ഇനി അടുത്തത് നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്ത റൂൾസാണ് പഠിക്കേണ്ടത്. 3 പ്രിൻസിപ്പിൾസിൽ 2 പ്രിൻസിപ്പിൾസാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഡൈഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് 3 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 3 ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിക്കേണ്ടത്, വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ മെൻഡൽ. അപ്പം മെൻഡലാണ് ഈ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എല്ലാം പ്രൊപ്പോസ് ചെയ്തത്. ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ഓഫ് മോണോഹൈബ്രിഡ് ക്രോസസ്, Mendel proposed 2 general rules to consolidate his understanding of inheritance in monohybrid crosses. അതായത് ഒരു ജോഡി വ്യത്യസ്ത സ്വഭാവങ്ങളെ പഠിച്ചപ്പോൾ അതാണ് മോണോഹൈബ്രിഡ് ക്രോസ്. 1 പെയർ ഓഫ് അലീൽസ് അല്ലെങ്കിൽ ഒരു 1 ജീൻ ഉൾപ്പെടുന്ന ക്രോസ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറേ അണ്ടർസ്റ്റാൻഡിങ്സ്, കുറേ കൺക്ലൂഷൻസ് കിട്ടി. അപ്പോൾ ഈ കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർസ്റ്റാൻഡിങ്സ് എന്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കൺക്ലൂഷൻസ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 2 ജനറൽ റൂൾസ് അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 2 ലോസ് നിർമ്മിച്ചു, പ്രപ്പോസ് ചെയ്തു. ടുഡേ ദീസ് റൂൾസ് ആർ കോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ ഈ 2 നിയമങ്ങളെ മൊത്തമായിട്ട് എന്ത് പേരിട്ടു, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പേരിട്ടു. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസുകൾ ബേസ് ചെയ്തുകൊണ്ട് 2 ലോസ് പ്രൊപ്പോസ് ചെയ്തതാണ്. ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇപ്പോൾ ലോ ഓഫ് ഡോമിനൻസ് അതിലെന്തൊക്കെയാണ് പറയുന്നത്? ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. അത് ഫാക്ടേഴ്സ് എന്ന ടേം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അതായത് ഒരു സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നൊരു ഘടകമാണ് ഈ ഫാക്ടർ അല്ലെങ്കിൽ അലീൽ അല്ലെങ്കിൽ ജീൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ നേരത്തെ. അപ്പോൾ അത് തന്നെയാണ് ഒന്നാമത്തെ ലോ. അതായത് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ചില സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. ആ യൂണിറ്റ്സിനെ പറയുന്നതാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്ന ഘടകങ്ങൾ ജോഡികളായിട്ടാണ് കാണുക. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഒരു ജോഡി എങ്ങനത്തെ അലീൽസാണ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൺട്രോളിങ് അലീൽസാണ് അല്ലേ. 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള അലീലുകളാണ് ഈ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എപ്പോഴും ജോഡികളായിട്ടാണ് കാണുക. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർസ്, അതാണ് 2ാമത്തെ നിയമം. ഇനി 3ാമത്തേത് എന്താ, ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് 1 member of the pair dominates the other. അപ്പോൾ ഒരു ജോഡി ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ മറ്റേതിനെ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അതായത് 2 ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ അതിലൊരു ഫാക്ടർ ഡോമിനൻ്റ് ആണെങ്കിൽ ഈ ഡോമിനൻ്റ് ഫാക്ടറിൻ്റെ സാന്നിധ്യത്തിൽ 2ാമത്തെ ഫാക്ടറിന് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയും, റെസസീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് 1 member of the pair dominates and the other recessive. അപ്പോൾ ഇതാണ് 3 നിയമങ്ങൾ, ഓർത്ത് വെക്കണം കേട്ടോ. ലോ ഓഫ് ഡോമിനൻസിൽ വരുന്ന 3 പോയിന്റുകളാണിത്. ഒന്നെന്താണ്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. Factors occur in pairs. In a dissimilar pair of factors, 1 member of the pair dominates and is called dominant. The other is recessive. അപ്പോൾ സൈഡിൽ കാണിക്കുന്നത് അതാണ്. കാരണം ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് ഹൈറ്റ് എന്ന ജീനിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീൽസാണ്, 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ടോൾ, ഒന്ന് ഡോഫ്.
അതിൽ ക്യാപിറ്റൽ ടി ടോൾ അത് ഡോമിനൻ്റ് ഫാക്ടറാണ്. സ്മോൾ ടി ഡ്വാഫ് അത് റെസസീവ് ഫാക്ടറാണ്. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത അലീലുകളുടെ ഒരു ജോഡിയാണത്. വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ്. The law of dominance is used to explain the expression of only one of the parental characters in a monohybrid cross in the F1 and the expression of both in the F2. അതായത് മോണോഹൈബ്രിഡ് ക്രോസിൽ F1 എങ്ങനത്തെയാണ്, പിന്നെ F2 എങ്ങനെയാണ്. അപ്പം ഇതിൽ പ്രോജനിഡിയുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും അതിൻ്റെ എക്സ്പ്രഷൻ, ജീനോടൈപ്പും ഫീനോടൈപ്പും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ലോ ഓഫ് ഡോമിനൻസ്. ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ദ പ്രൊപ്പോർഷൻ ഓഫ് 3:1 ഒബ്റ്റെയിൻഡ് ഓഫ് ദി F2. അപ്പോൾ F2 പ്രോജനിയുടെ നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെക്കില്ലേ, അതെങ്ങനെയാണ് കിട്ടിയത് അതിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്ത്, ലോ ഓഫ് ഡോമിനൻസ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഒരു ജോഡി ഫാക്ടേഴ്സ് ഉണ്ട്, ഒന്ന് ഡോമിനൻ്റ് ഉണ്ട്, ഒന്ന് റെസസീവ് ഉണ്ട്. അപ്പം നമ്മൾ F1 ചെയ്ത് നോക്കും, അപ്പം നമുക്ക് മനസ്സിലാവും ഒരു പാരൻറ്റ് എന്താണ്. നമ്മൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഈ മോണോഹൈബ്രിഡ് ക്രോസിൽ പെടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് ഈ ലോസ് ഓഫ് ഡോമിനൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. സെക്കൻഡ് ലോ ഓർ ലോ ഓഫ് സെഗ്രിഗേഷൻ, രണ്ടാമത്തെ നിയമം എന്താ അത്? This law states that during gamete formation, the two factors for a character present in an individual will separate and segregate with each other, so that a gamete receives only one of the two factors. മനസ്സിലായോ? നമ്മൾ മോണോഹൈബ്രിഡ് ഗ്രോസ് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ട് അലീൽസ് ഇപ്പോഴുള്ള സെയിം അലീൽസ് ആണെങ്കിൽ, ഹോമോസൈഗസ് ആണെങ്കിൽ അതിന്ന് ഒന്നെടുത്തിട്ട് സർക്കിളിൻ്റെ ഉള്ളിലിടും, സർക്കിൾ ഒരു ഗ്യാമേറ്റിനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലോ? ഇപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് അലീൽസാണ്, രണ്ട് സെപ്പറേറ്റ് സെറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നിനെ എടുത്തിട്ട് ഗ്യാമേറ്റിലേക്ക് ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒന്നിനെ മാത്രം എടുക്കുന്നു എന്നാ പറയുന്ന സെൻറ്റൻസ്, അതാണ് ഈ പറയുന്നത്. അതായത് രണ്ട് വ്യത്യസ്ത അലീലുകൾ ഒന്നിച്ചു വരുമ്പോൾ അതൊരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്ത് ചെയ്യും? ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് അലീൽസും സെപ്പറേറ്റ് ആകുന്നു. അങ്ങനെ ഒരു ഗ്യാമേറ്റിന് ഒരു അലീൽ മാത്രമാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ, ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിലോ ഒരു മൃഗമോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റിൽ നിന്ന് ഒരു ഗ്യാമേറ്റ് ഉണ്ടാവുന്ന സമയത്ത് ദ ടു ഫാക്ടേഴ്സ് ഫോർ എ ക്യാരക്ടർ പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിൽ കാണുന്ന ഒരു ജോഡി വ്യത്യസ്ത സ്വഭാവങ്ങൾ കൺട്രോൾ ചെയ്യുന്ന അലീലുകൾ ഉണ്ടെങ്കിൽ, ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ആൻഡ് സെഗ്രിഗേറ്റ് വിത്ത് ഈച്ച് അതർ, അത് വേറെ വേറെയായി പോകുന്നു. സോ ദാറ്റ് എ ഗ്യാമേറ്റ് റിസീവ്സ് ഓൺലി വൺ ഓഫ് ദ ടു ഫാക്ടേഴ്സ്. അത് കാരണം ഗ്യാമേറ്റിലേക്ക് രണ്ടിൽ ഒരു ഫാക്ടർ മാത്രമാണ് കയറുന്നത്. As per this law, a homozygous parent produces all gametes that are similar, while a heterozygous one produces two kinds of gametes, each having one allele with equal proportion. ഇപ്പം എന്താ മനസ്സിലായോ? അതായത് പാരൻറ്റ് ഹോമോസൈഗസ് ആണെങ്കിൽ എങ്ങനത്തെ ഗ്യാമേറ്റ്സ് ആണ്, പാരൻറ്റ് ഹെറ്ററോസൈഗസ് ആണെങ്കിൽ എങ്ങനത്തെ ഗ്യാമേറ്റ്സ് ആണ്. ഇത് കറക്റ്റായാൽ മാത്രമേ F1ഉം F2ഉം കറക്റ്റാവുള്ളൂ. ഗ്യാമേറ്റ്സിൻ്റെ അത് തെറ്റിയാൽ അവിടെ നല്ല എല്ലാം തെറ്റും. ഇപ്പോൾ ഹോമോസൈഗസ് പാരൻ്റ് ആണെങ്കിൽ ഗ്യാമേറ്റ്സ് എങ്ങനെയായിരിക്കും? എല്ലാം സെയിം ആണ്, കാരണം ഒരേ തരത്തിലുള്ള അലീൽസാണ്.
അല്ലേ? ഒരു ജോഡി അലീൽസ് ഉണ്ടെങ്കിൽ രണ്ടും സെയിം ആണ്. പക്ഷേ ഹെറ്ററോസൈഗസ് പാരന്റ് ആണെങ്കിലോ രണ്ട് വ്യത്യസ്ത അലീൽസ് ആണുള്ളത്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്നു. രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് എപ്പോഴാണ് ഉണ്ടാവുക? പാരന്റ് ഹെറ്ററോസൈഗസ് ആകുമ്പോൾ. കാരണം ഒരു ജോഡി വ്യത്യസ്ത അലീൽസ് ആണുള്ളത്. എ ഹോമോസൈഗസ് പാരന്റ് produces same type of gametes. A heterozygous parent produces two different types of gametes due to the presence of two different alleles. അപ്പോൾ സൈഡ് നോക്കാം. ഹോമോസൈഗസ് പാരൻസ് കണ്ടോ? ക്യാപിറ്റൽ ടി that is homozygous dominant tall. So what are the gametes? Capital T. Then homozygous recessive dwarf. So what are the gametes? Small t. Similar gametes. Now heterozygous parent. It is capital T, small t. So two different types of gametes. Capital T, small t. So dissimilar gametes or different gametes. Factors separate during gamete formation. This is the second law of segregation. Law of segregation എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് അലീൽസ് സെപ്പറേറ്റ് ആയി പോകുന്നു. അങ്ങനെ ഗ്യാമേറ്റിലേക്ക് ഒന്ന് മാത്രമേ കയറുന്നുള്ളൂ. ഇനി അടുത്തൊരു സംഗതി. ഇത് ഈ ടിപ്പിക്കൽ മെൻഡലിയൻ ക്രോസസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വെരി ഡിഫറെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യാത്ത ക്രോസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. അതിലൊന്നാണ് ഇത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യാത്തൊരു പ്രിൻസിപ്പിളാണത്. ഇൻകംപ്ലീറ്റ്, ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ഫുള്ളായി അത് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അത് കാരണം റെസസീവ് ക്യാരക്ടറിനെ ചെറുതായിട്ട് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് F1 ഫീനോടൈപ്പ് ഡു നോട്ട് റിസംബിൾ എയ്തർ ഓഫ് ദി ടു പാരൻസ്. കണ്ടോ? അപ്പോൾ F1 ഉണ്ടാകുമ്പോൾ, F1 പ്രോജനി ഉണ്ടാകുമ്പോൾ അത് അച്ഛനെ പോലെയും അല്ല അമ്മയെ പോലെയും അല്ല. അപ്പം എന്താ കാണിക്കുക? ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ. ഇടയിലുള്ള സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് കംപ്ലീറ്റ് ഡോമിനൻസും കാണിക്കുന്നില്ല, കംപ്ലീറ്റ് റെസസീവ്നെസ്സും കാണാനില്ല. ഇടയിലുള്ളൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ F1 phenotype do not resemble the parents but show an intermediate character. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. വെരി എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കാൻ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ദ ഡോഗ് ഫ്ലവർ. ഇത് വേറെ ചെടിയാട്ടോ, ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ ഓർ ആൻറ്റെറനം സ്പീഷീസ്. അപ്പോൾ നോക്കുക, പി ജനറേഷൻ എന്ന് പറയുന്നത് പാരൻസ് ആണ്, പാരൻ്റൽ ജനറേഷൻ. അതിൽ ഒരു പാരൻറ്റ് റെഡാണ്, ഡോമിനൻ്റ് പാരൻ്റ് ആണ്. റെസസീവ് പാരൻറ്റ് വൈറ്റ് ആണ്, ഒന്ന് ഫാദർ ഒന്ന് മദർ. ഡോമിനൻ്റ് റെഡിനെ കാണിക്കുന്നത് ഹോമോസൈഗസ് കണ്ടീഷനാണ്, ക്യാപിറ്റൽ ആർ. ആൻഡ് വൈറ്റിനെ കാണിക്കുന്നത് സ്മോൾ ആർ. ഇനി 2 പാരൻസിൽ നിന്നും അതായത് ഗ്യാമേറ്റ്സ് പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഹോമോസൈഗസ് ആയ കാരണം നമുക്ക് ഒന്ന് മാത്രം ഇട്ടാൽ മതി, കാരണം ബാക്കിയുള്ള ഗ്യാമേറ്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. സോ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, 2 സെപ്പറേറ്റ് ഗ്യാമേറ്റ്സ് കിട്ടി, തമ്മിൽ ക്രോസ് ചെയ്തു, F1 ജനറേഷൻ കിട്ടി, ആൻഡ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. നമ്മളെ മെൻഡലിയൻ ക്രോസിൽ എങ്ങനെയായിരുന്നു? F1 എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു? എല്ലാതും ഡോമിനൻ്റ് ക്യാരക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡോമിനൻ്റ് പാരൻറ്റിൻ്റെ ക്യാരക്ടറാണ് എല്ലാ F1 കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെയോ നോക്കൂ, ഡോമിനൻ്റ് ക്യാരക്ടറും വന്നില്ല, റെസസീവ് ക്യാരക്ടറും വന്നില്ല. പകരം ഏതാ വന്നു? ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നു. എന്താ അത്? ഓൾ പിങ്ക് ഫ്ലവേഴ്സ്.
സോ ഇതാണ് മെൻഡലിയൻ പാറ്റേൺ ഫോളോ ചെയ്യാത്തൊരു എക്സാമ്പിൾ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവർഡ്. ട്രൂ ബ്രീഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് സെൽഫ് പോളിനേഷൻ തന്നെയാണ്, നാച്ചുറലായിട്ട് പോളിനേഷൻ വഴി ഉണ്ടായത്. അതായത് പാരൻസിനെ പോലെ തന്നെ ഓഫ് സ്പ്രിങ്സ്, അതാണ് ഈ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു ക്യാരക്ടറോടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പിന്നെ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ്. ഇപ്പോൾ റെഡ് ഫ്ലവറിങ് പ്ലാന്റ്സും വൈറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? പിങ്ക് ഫ്ലവേഴ്സ് കിട്ടി. ആൻഡ് ജീനോടൈപ്പ് എന്തായിരുന്നു? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഫീനോടൈപ്പ് എന്താ? അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. പിങ്ക്, റെഡ് അല്ല, പിങ്ക്. കണ്ടോ, ഇതാണ് ഈ ക്രോസ് ആണ് F1 F2 കണ്ടുപിടിക്കുന്ന ഈ ക്രോസ്. ഇതാണ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സംഗതി. കണ്ടോ, നമ്മൾ പിങ്ക് വരെ കിട്ടി. അതിന് ശേഷമുള്ള പണ്ണറ്റ് സ്ക്വയർ നമ്മൾ ഹൈറ്റിൻ്റെ നമ്മൾ പഠിച്ചില്ലേ, അതാണിത് പണ്ണറ്റ് സ്ക്വയർ. അപ്പോൾ നമ്മൾ മെയിൽ പാർട്ട്ണർ മുകളിലേക്കും താഴെ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ അലീൽസ് എടുത്തിട്ടു രണ്ടും തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അതായത് മുകളിലത്തെ രണ്ട് ഗ്യാമേറ്റ്സ് താഴത്തെ ക്യാപിറ്റൽ ആറുമായിട്ട് ക്രോസ് ചെയ്യുന്നു. പിന്നെ മുകളിൽ രണ്ട് ഗ്യാമേറ്റ്സും താഴെയിൽ സ്മോൾ ആർ ഗ്യാമേറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 4 ഓഫ് സ്പ്രിങ്സും കിട്ടും, F2 ജനറേഷൻ. ഇനി നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും കിട്ടിയപ്പോൾ എന്താ വന്ന്? ബോത്ത് ആർ സെയിം അല്ലേ? ദാറ്റ് ഈസ് 1:2:1. അതിൽ 1 എന്തായിരുന്നു? റെഡ്. 2 ഈസ് പിങ്ക്, 1 ഈസ് വൈറ്റ്. അതായത് ക്യാപിറ്റൽ ആർ ഈസ് ടു ക്യാപിറ്റൽ ആർ ഈസ് ടു സ്മോൾ ആർ. മെൻഡലിയൻ ക്രോസിൽ എങ്ങനെയായിരുന്നു? ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് ടോളായിരുന്നു, മീഡിയം ആയിരുന്നില്ല, ഇൻ്റർമീഡിയറ്റ് ഹൈറ്റ് ആയിരുന്നില്ല. ഇവിടെ പക്ഷേ എന്താ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിച്ചത്. എന്താ അത്? പിങ്ക്, അല്ലാണ്ട് റെഡ് അല്ല. നോക്കാം. ഇതുണ്ട്. വെൻ F1 വാസ് സെൽഫ് ഫെർട്ടിലൈസ്ഡ് ദ F2 റിസൾട്ടഡ് ദ ഫോളോയിങ് റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇതെന്താണ് കാര്യം? ഡോമിനൻ്റ് അലീൽ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻ്റ് അല്ല. റെസസീവ് അലീലിൻ്റെ പുറത്ത് ഡോമിനൻ്റ് അലീൽ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻ്റ് അല്ല. അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്നത്. ഇവിടെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും സെയിം ആണ്, 1:2:1. ബോത്ത് ജീനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആർ സെയിം. Dominant allele R is not completely dominant over recessive allele small r, and hence shows pink color. കണ്ടോ, അത് തന്നെയാണത്. ഇനി നമുക്ക് നോക്കാം. Every gene contains the information to express a particular trait. ഇപ്പോൾ ഓരോ ജീനിനും അതാത് സ്വഭാവം കൺട്രോൾ ചെയ്യാൻ ഉള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഓരോ ജീനിനും ഓരോ ചെറിയൊരു സ്വഭാവം ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇപ്പോൾ ഓരോ സ്വഭാവത്തിനെയും കൺട്രോൾ ചെയ്യുന്നൊരു ഘടകം നമ്മുടെ ശരീരത്തിലുണ്ട്, അതാണ് ജീൻ. In a diploid organism, the genes occur in pairs known as alleles. ഇപ്പോൾ മനുഷ്യൻ, മൃഗം, പ്രാണി എന്താണെങ്കിലും ഒരു ഡിപ്ലോയിഡ്, ദാറ്റ് ഈസ് 2 സെറ്റ് ക്രോമോസോംസ് ഉള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീൻസ് എങ്ങനെയാണ് കാണുക? ജോഡികളായിട്ടാണ് കാണുക, 2 സെറ്റായിട്ടാണ് കാണുക. ദ ജീൻസ് ഒക്കർ ഇൻ പേഴ്സ്, ജോഡികളായിട്ടാണ് കാണുക. ആ ജോഡികളെ പറയുന്ന പേരെന്താ? അലീൽസ്.
അപ്പോൾ ഒരു ജീനിന് എപ്പോഴും 2 അലീലുകൾ ഉണ്ടാവും. അതാണ് പറയുന്നത്. The alleles for a particular trait need not be always identical. അപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അലീലുകൾ ഒരേതായിരിക്കണം എന്നില്ല, ഡിഫറെൻ്റ് ആവാം. ഫോർ എക്സാമ്പിൾ ടോൾ എന്നുള്ള ക്യാരക്ടർ നമ്മൾ നോക്കിയപ്പോൾ അതിൽ 2 അലീലും ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 2 അലീൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടും എപ്പോഴും ഒരേതായിരിക്കണമെന്ന് ഇല്ല. The alleles for a particular trait need not be identical. One of them may be different due to some changes that it has undergone. അവൊന്ന് ഡിഫറെൻ്റ് ആവാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് ഡിഫറെൻ്റ് ആയിപ്പോയത്. This changes modifies the information that particular allele contains. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. The modified allele could be responsible for production of. അപ്പോൾ മാറ്റം സംഭവിച്ച അലീലിന്, ഈ മാറ്റം സംഭവിച്ച അലീൽ കാരണം എന്തൊക്കെ സംഭവിക്കാം? 3 സംഭവിക്കാം. 3 കേസസ് ഉണ്ടാകാം. അതിൽ ഒന്നാമത്തെ കേസ് എന്താ? ദ നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം. അപ്പോൾ ഒരു ജീനിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ക്യാരക്ടർ കൺട്രോൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു തരം പ്രോട്ടീൻ നിർമ്മിക്കലാണ്. ആൻഡ് ആ പ്രോട്ടീനാണ് എൻസൈം. അപ്പം നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷനും കൺട്രോൾ ചെയ്യണത് എൻസൈമാണ്. ഈ എൻസൈം ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനിനെ കോഡ് ചെയ്ത് ഉണ്ടാക്കുന്നത് DNA ആണ്. DNA ഒരു തുണ്ടാണ്, ഒരു ഘടകമാണ് ജീൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ DNA or the gene present in the DNA which codes for a protein which is an enzyme which controls our character. ഓക്കെ, അപ്പോൾ അലീൽ, മോഡിഫൈഡ് അലീൽ കാരണം എന്തൊക്കെ ചേഞ്ചസ് വരാം എൻസൈമിന്, വ്യത്യാസം വന്ന അലീലിന്, വ്യത്യാസം വരുന്ന അലീൽ കാരണം എൻസൈമിന് എന്തൊക്കെ ചേഞ്ചസ് വരാം. ഒന്നെങ്കിൽ ഫസ്റ്റ് കേസിൽ എന്താ പറയണം, ഒന്നെങ്കിൽ എൻസൈം നോർമലായിരിക്കാം, അല്ലെങ്കിലോ എഫിഷ്യൻസി കുറവായിരിക്കും. അതായത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ കുറവായിരിക്കും, കപ്പാസിറ്റി കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താ? നോൺ ഫങ്ഷണൽ എൻസൈം, തികച്ചും പ്രവർത്തനരഹിതമായ എൻസൈം, ഒന്നും ചെയ്യാത്ത എൻസൈം, ഫുള്ളി ഇനാക്റ്റീവ് എൻസൈം. മൂന്നാമത്തെ കേസ് എന്താ? നോ എൻസൈം ആയിട്ടുള്ള, എൻസൈമേ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ 3 കേസുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഹെൻസ് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ റെസസീവ് ട്രേറ്റ് ഇസ് സീൻ due to the non-functional enzyme or because no enzyme is produced. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന കണ്ടീഷനിൽ റെസസീവ് അലീൽ ഉണ്ടായ കാരണം എന്താണെന്ന് പറയണം. റെസസീവ് അലീൽ കാരണം എന്തുണ്ടായി? എൻസൈം ഒന്നുമില്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയതായിരിക്കാം, അല്ലെങ്കിൽ എൻസൈമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ക്ലാസ് കഴിഞ്ഞു. ഇനി നാളെ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.